സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് ചൂസ് ചെയ്യാന്ന്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഓക്കെ, അതായത് കോളേജിൽ നിന്ന് ഡിഗ്രി പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു പേടി, ഞാൻ ഏത് കോഴ്സ് എടുത്താൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. ശരിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം കരിയർ ഗൈഡൻസിൽ നമ്മൾ പറയുക, ഡിഗ്രി കഴിഞ്ഞ് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങളോട് ചോദിക്കേണ്ടത്, എൻ്റെ ക്യാരക്ടറും ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന ജോലിയുമായിട്ട് അല്ലെങ്കിൽ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ജോബ് നേച്ചറുമായിട്ട് എങ്ങനെ മാച്ച് ആവും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു നഴ്സിംഗിന്റെ കോഴ്സാണ് പഠിക്കുന്നത്. ആ നഴ്സ് ഒരു രോഗിയെ പരിചരിക്കുന്നതിൽ ഒരുപാട് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ആ നഴ്സ് വരുന്നത്. പക്ഷെ അതിന് വേണ്ട പ്രൈമറി സ്കിൽ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, അല്ലെ? ആ സമയം ഇപ്പോൾ റിഫൈനറി, ഷിപ്പ് യാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആള് വെയിൽ കൊള്ളാനും പൊടിയിൽ നിൽക്കാനും അത് ഒരു ജോബ് നേച്ചറിന്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ആ ജോലിയിലേക്ക് വരാൻ. ഒരാളും എഞ്ചിനീയറിംഗിന് എത്ര മാർക്ക് വാങ്ങിച്ച ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വെയിലും പൊടിയിലും ഒക്കെ ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം ആ ഒരു ജോലിയിലേക്ക് വരേണ്ടത്. അപ്പൊ ജോബ് നേച്ചർ എന്ന് പറയുന്നത് ആദ്യം ചിന്തിക്കുകയും, പിന്നെ ഈ ജോലിയിൽ ഞാൻ കയറിയാൽ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്. ഫോർ എക്സാമ്പിൾ, നഴ്സിംഗ് ആണെങ്കിൽ ലോകാവസാനം വരെ നഴ്സിംഗും പേഷ്യൻസും ഉണ്ടാവും. ഷിപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ ലോകാവസാനം വരെ ഷിപ്പ് ബിൽഡിംഗും ഷിപ്പിന്റെ മൂവ്മെന്റും ഉണ്ടാവും. ലോജിസ്റ്റിക്സിനും ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചറിൽ എനിക്ക് ഒരു പെൻഷൻ ആകുന്നവർ, നമ്മുടെ നാട്ടിൽ പറയുന്ന 60 വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡിലേക്കാണ്, എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡിലേക്കാണ്. പിന്നെ ഒരു വാക്കും കൂടി, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ നാട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയാൽ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആയിട്ട് ഈ ജോലിയിൽ കയറിയാൽ എനിക്ക് പറ്റുമോ? ഇപ്പൊ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതിയാവും. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, അല്ലേ?